സഹോദരങ്ങളെ, വഖഫ് എന്ന് പറയുന്നത് തനിക്ക് അല്ലാഹു നൽകിയ വിലപ്പെട്ട വസ്തുവകകൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, പരലോകത്തിന് വേണ്ടി, പരലോകത്ത് ഖബറിലായിരിക്കുമ്പോൾ ആത്മശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രതിഫലം പ്രവഹിക്കാൻ, പരലോകത്തെ അനന്തകാല ജീവിതത്തിലേക്ക് നിലയ്ക്കാത്ത പ്രതിഫല പ്രവാഹമായതൊഴുകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികന്മാർ ചെയ്ത ദാനത്തെ, അത്തരം വഖഫുകളെ വഖഫല്ലാതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ നാം പിടിച്ചെടുത്തു എന്നാ പറയണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നമ്മുടെ വഖഫുകൾ, വഖഫ് ബോർഡ്, വഖഫിന്റെ ഭൂമിയിൽ എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നറിയോ? സുപ്രീം കോടതി വഖഫ് ഭൂമിയില, ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ നിരവധി സ്ഥാപനങ്ങൾ ഡൽഹിയിൽ വഖഫിന്റെ ഭൂമിയില, ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിരോധ സേനയുടെ ഏറ്റവും അധികം ഭൂമി വഖഫാണ്. ഡൽഹി കോർപ്പറേഷന്റെ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിലാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടുന്ന ഭൂമി ഒരു രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടാമെന്നുള്ളത് ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ പറഞ്ഞത്, നദിയൊഴുക്കിയാൽ, കിണർ കുഴിച്ചാൽ, തോട്ടം നിർമ്മിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം വഖഫായി പരലോക പുണ്യമായി മാറുമെന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ വഖഫാക്കപ്പെട്ട ഈ വഖഫ് ബോർഡ് തന്നെ ഉണ്ടാക്കിയത് സത്യത്തിൽ എന്തിനെന്നറിയാവോ? മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് മുസ്ലിങ്ങൾ ഞങ്ങൾക്കൊരു വഖഫ് ബോർഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോഴാ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ വഖഫ് ഭൂമികൾ വിഭജനത്തോടുകൂടി ഡൽഹിയിലും ബോംബെയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല മഹാനഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും അതീവ സമ്പന്നന്മാരായ ഒരുപാട് മുസ്ലിം പ്രഭുക്കന്മാരുടെ അടക്കമുള്ള ഭൂമികൾ ഇട്ടേച്ച് വിഭജനത്തിന് ശേഷം അവർ പാകിസ്ഥാനിലേക്ക് പോയപ്പോ ആ ഭൂമിയെല്ലാം മുസ്ലിം ഇൻഡിവിജ്വൽസ്, മുസ്ലിമീങ്ങൾ അതെടുക്കാതിരിക്കാൻ, മറ്റുള്ളവരും അതെടുക്കാതിരിക്കാൻ, വ്യക്തികൾക്ക് സ്വന്തമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് അത് തങ്ങളുടേതാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? നമ്മളെപ്പോഴാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്? നമ്മളെപ്പോഴാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കാൻ പാടുണ്ടാക്കിയത്? മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഏജാതി തോന്നിവാസം, തെണ്ടിത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ സ്വത്തുക്കൾ കാരണമാണ് ഈ രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നാണോ ഈ വിളിച്ചു പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വഖഫ് ബോർഡ് ഉണ്ടായത് കൊണ്ടാണ് ഈ രാജ്യത്തെ സുപ്രീം കോടതി, ഈ രാജ്യത്തെ റെയിൽവേ, പ്രതിരോധ സേന, ഡൽഹി കോർപ്പറേഷന് സകല കാര്യങ്ങളും വഖഫ് ബോർഡിന്റെ സ്ഥലത്താണെന്നൊക്കെ എങ്ങനെയാ ഈ വിളിച്ചു പറയുന്നത്? ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും അപകടമെന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയാം. എന്തൊക്കെ തോന്നിവാസായി വിളിച്ചു പറയുന്നത്? നിങ്ങൾ തന്നെ കേട്ടില്ലേ, ഇത് ഞങ്ങളാരോ പറഞ്ഞിട്ടാണോ വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് വഖഫ് ബോർഡ് ഭേദഗതി നിയമവും കൊണ്ടുവരുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോ, ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ തോന്നിയത് ചെയ്യുന്നു എന്ന് എന്തിനാണ് ഇത്തരം ആളുകൾ വിളിച്ചു പറയുന്നത്? ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയതാണ് എന്നല്ലേ പറയുന്നത്? ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇപ്പൊ ബഹളം വെക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് സകല തിരുത്തലുകളും കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന തീവ്ര ചിന്താഗതിക്കാര് കോൺഗ്രസിനെ നിർബന്ധപൂർവം, കോൺഗ്രസിന് കൃത്യമായിട്ട് സകല സ്വാധീനവും സകല ആളുകളുടെയും വോട്ട് വാങ്ങി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് സർക്കാർ പ്രേരിപ്പിക്കാൻ വേണ്ടി, താങ്ങിക്കൊടുക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് വഖഫ് ബോർഡിലെ അധിക അനാവശ്യ അവകാശങ്ങൾ എന്നൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇത് വഖഫ് ചെയ്യുന്നത്, അതായത് പരലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ചെയ്യുന്നത്. അത് ഇവിടെ ആരും ഒരു വഖഫ് ഭൂമിയും തട്ടിയെടുക്കുന്നില്ല. സകല ആളുകളും തിരിച്ചറിയണം, ഇവിടെ വഖഫ് ചെയ്ത ഒരു ഭൂമിയും തട്ടിയെടുക്കുന്നില്ല. മറിച്ച് വഖഫ് അധികമായിട്ട്, അനാവശ്യമായിട്ട് സാധുക്കളുടെ സ്ഥലങ്ങൾ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിക്കുന്നതിന്, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി, നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പോലും ഞങ്ങളുടെ ഔദാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന ആ ചെറ്റത്തരം വിളിച്ചു പറയൽ നിർത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ള
നിയമ ഭേദഗതിയൊക്കെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്, നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ സാധിക്കുന്നതാണോ ഈ വൃത്തികെട്ടവനൊക്കെ വിളിച്ചു പറയുന്നത്? നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങള്, നമ്മുടെ റെയിൽവേ സംവിധാനങ്ങള്, അതേപോലെ തന്നെ ഡൽഹി കോർപ്പറേഷൻ, അങ്ങനെ തോന്നിയത് സകലതും ഈ ബോർഡ് കാരനാണ്, ഈ ബോർഡിലെ സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? ഇത്തരം ആളുകൾക്കേറ്റ വലിയൊരു അടി തന്നെയാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ഇത്തരം ആളുകളെ നിലക്ക് നിർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ളൊരു ഭേദഗതി നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം, ഇവനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി പോലും ഇന്ന ആളുകളുടെ ഔദാര്യമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാണ്. ഞങ്ങൾ കാരണമാണ് ഈ രാജ്യം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാണ്. അതാണ് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി തന്നെ പറയാണ്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, ഗവൺമെന്റ് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനിപ്പോ ബഹളം വെച്ച് രംഗത്ത് വരുന്നു? ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്ത് മറ്റൊരു മതത്തിലും ഇതുപോലെയുള്ള ഒരു ബോർഡ് സംവിധാനമില്ല. ഈ മതത്തില് മാത്രം, ഈ വഖഫ് ബോർഡിന് മാത്രമാണ് കണ്ടതൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് കൈക്കലാക്കാനുള്ള ഒരു സംവിധാനമുള്ളത് ഈ ഒരു മതത്തിന് മാത്ര. നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ മതമായിട്ടുള്ള ഹിന്ദു മതത്തില് ഇത്തരത്തിലുള്ള ഒരു ബോർഡില്ല. ക്രിസ്ത്യൻ മതത്തില് അതേപോലെ തന്നെ മറ്റൊരു മതത്തിലും ഇത്തരത്തിലുള്ള ഒരു ബോർഡ് സംവിധാനമല്ല. സകലതും വെട്ടിപ്പിടിക്കുന്ന അത്തരത്തിലുള്ളൊരു അധിക അനാവശ്യ അവകാശമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ആ സമയം മുതൽ ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തില്, പ്രത്യേകിച്ച് സാധാരണ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ മുതലെടുത്തുകൊണ്ട് അവരെ വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാത്രമായിട്ട് ഇത്തരം പ്രസംഗങ്ങളുമായിട്ട് ഒരുപാട് നെറികെട്ടവന്മാര് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വലിയ പ്രസംഗങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഓരോ ആളുകളും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഇതൊരു ജനാധിപത്യ മതേതരത്വ രാജ്യമല്ലേ? ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് മാത്രമായിട്ട് അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ കൊടുത്തൊരു ബോർഡ് മുന്നോട്ട് പോവുക? അതെന്ത് നീതിയാണുള്ളത്? അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ കണ്ടതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാൻ, സാധാരണക്കാരെ സ്വത്തുക്കൾ ഉൾപ്പെടെ വെട്ടിപ്പിടിക്കാൻ ഏതെങ്കിലും മതം പറയുന്നുണ്ടോ? ഇത്തരം തീവ്ര ചിന്താഗതിക്കാരാണ് ഇതൊക്കെ തന്നെ കുളമാക്കിക്കൊണ്ട് വീരവാദം ഉന്നയിച്ചുകൊണ്ട് നിരന്തരം മുന്നോട്ട് പോകുന്നത്. ഇത്തരം ആളുകൾക്കുള്ള കരണത്തടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.